അങ്ങനെ നമ്മുടെ ഭാഗ്യചക്രം കറങ്ങി തുടങ്ങി. ടൈം ഫോർ മിമിക്രി കോമ്പറ്റീഷൻ ഹിയർ ഓൺ കോമഡി ഉത്സവം. ലെറ്റ്സ് വെൽക്കം പ്രമോദ് എടപ്പാൾ ആൻഡ് വിനീഷ് ഷോറോഡ്. വെൽക്കം പ്രമോദ്, വെൽക്കം. എടപ്പാൾ ഒരു റെസ്റ്റോറന്റ് ഒക്കെ തുടങ്ങിയപ്പോ മിമിക്രി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടോ? മിമിക്രി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആണ്. അവ ആരൊക്കെ ലിസ്റ്റില്? ജോൺ ബ്രിട്ടാസ്, മേഘനാഥൻ. ആഹാ, സൂപ്പർ. വിനീഷേ, ചോറോട് എവിടെയാ സ്ഥലം? ചോറോട് വടകര മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പഞ്ചായത്ത്. അവിടെ എന്ത് ചെയ്യണം? വിനീഷ് എന്ത് ചെയ്യുന്നത്? ഞാൻ വെൽഡറാണ്. അന്ന് ഇവിടെ വന്നു പോയിട്ട് എന്തായിരുന്നു റിയാക്ഷൻ? അന്ന് അടിപൊളിയല്ലേ. നമ്മളെ നാട്ടില് ഒരുപാട് ഉദ്ഘാടനത്തിന് വിളിച്ചു, ഒരുപാട് പ്രോഗ്രാം കിട്ടി. പൊളി. പിന്നെ എല്ലാവരും കാണുമ്പോൾ അവൻ വിളിക്കണം പണിക്ക്, കോമഡി ഉത്സവത്തിലെ ആർട്ടിസ്റ്റ് ആണെന്ന്. ശരി, ഓക്കെ, അത് സന്തോഷം വിനീഷ്, സന്തോഷം. അപ്പൊ ഇന്നാരൊക്കെ ലിസ്റ്റില്? നെടുമുടി സാറ്, അതുപോലെ തന്നെ ജനാർദ്ദൻ സാറുടെ ഇന്റർവ്യൂ ലൈവ് വോയിസ്. ഓ, അടിപൊളി. ഭയങ്കര വെറൈറ്റി ലിസ്റ്റ്. അപ്പൊ നല്ല ഐശ്വര്യമായിട്ട് സ്പിന്നടിച്ച്. Let's open number 24. പ്രേം നസീർ. നസീർ സാർ. പ്രിയമുള്ള എൻ്റെ പ്രേക്ഷകരെ, എല്ലാവർക്കും ഈ പ്രോഗ്രാം കാണുന്നതിന് നന്ദി, നമസ്കാരം. നമ്മുടെ ജാതകത്തിന്റെ കുഴപ്പ എന്തെങ്കിലും നല്ല അങ്ങോട്ട് ചെയ്ത ഫലം തിരിഞ്ഞാ വരിക. പുള്ളി എന്താ പറഞ്ഞ? ശരി വിനീഷ്, ഓക്കെ, നല്ലൊരു സ്പിൻ. Let's open number 11. ലിസ്റ്റിലുള്ള ആളെ കിട്ടി. കലക്കി. സക്കറിയ വന്നിരുന്നു. ഞാൻ എത്തിയില്ലായിരുന്നെങ്കിൽ അവനെന്റെ മോളെ തന്റെ വലങ്ങയായിരുന്നില്ലേ അവൻ. വേണ്ടായിരുന്നു ദേവാ ഇങ്ങനെ ഒരു ഗുരുദക്ഷിണ. താൻ ആ ഡോക്ടറുടെ കടലാസിൽ ഒപ്പിട്ട് കൊടുക്കണം. വേറെ വഴിയില്ല എന്നാ പറയണേ. നിന്റെ കൈ മുറിക്കേണ്ടി വരും. ആഹാ, സൂപ്പർ. ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ലിസ്റ്റിൽ തന്നെ ഉള്ളതായതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ സ്പിൻ ഇല്ല. ഓക്കെ, അടുത്ത സ്പിൻ പ്രമോദിന്റെ. Let's open number 12. ജോൺ ബ്രിട്ടാസ് ലിസ്റ്റിലുള്ളതാണ്. മാന്യ പ്രേക്ഷകർക്ക് JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. JB ജംഗ്ഷനിൽ ഇന്ന് നമ്മോടൊപ്പം വിസ്മയിപ്പിക്കുന്ന ഒരു അതിഥിയാണ്. മലയാള സിനിമാ ആസ്വാദനത്തിന്റെ അലകും പിടിയും മാറ്റിമറിച്ച നമ്മുടെ സ്വന്തം നടന വിസ്മയം ലാലേട്ടൻ. നമ്മുടെ സ്വന്തം ലാലേട്ടൻ, ശ്രീ മോഹൻലാൽ. എനിക്കും കുറച്ച് പരിഭ്രമമുണ്ട് കേട്ടോ. കാരണം താങ്കളെപ്പോലുള്ള വലിയൊരു മുതലിനെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ഓർത്തിട്ട്. സൂപ്പർ, കലക്കൻ കേട്ടോ. അപ്പൊ അങ്ങനെ രണ്ടുപേർക്കും ഓരോ പോയിന്റ്. ലാസ്റ്റ് സ്പിൻ വിനീഷിന്റെ. Let's open number 16. ഉമ്മർ, KP ഉമ്മർ. മഹേശ്വരി അമ്മേ, നിന്റെ കാലി ഞാൻ തല്ലി പിടിക്കും. വന്ന് നിനക്ക് ആരും പേടില്ലാണ്ടായി. പക്ഷെ ആ തണ്ടും കൊണ്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, അടിച്ച് നിന്നെ ഷേപ്പ് ചെയ്യാൻ മാറ്റും. തീരുമാനമല്ലോ. ഓക്കെ, ശരി. പ്രചോട്ടാ, ഒന്ന് വേദിയിലേക്ക് വരൂ. രണ്ടുപേരുടെ നമ്പേഴ്സ് കഴിഞ്ഞു. പ്രമോദിന്റെ ലിസ്റ്റിന് ഒരാള് മേഘനാഥൻ. അത് കേൾക്കാം. എല്ലാരും ഒന്ന് മര്യാദയ്ക്ക് മാറിയെന്നേ. ഇത് ഞാനും എന്റെ അനിയനും തമ്മിലുള്ള പ്രശ്നം. അവൻ പാടിക്കിട്ടുന്ന കാശിന് എനിക്ക് ഉണ്ട് അർഹത. ഇനി കൂടുതൽ തുള്ളി എല്ലാത്തിനെയും കുത്തി കീറും ഞാൻ. ഇനി വിനീഷിന്റെ ജനാർദ്ദൻ സാറ് ഇന്റർവ്യൂ വോയിസ്. വേണു, എന്റെ വിശ്വാസമല്ലല്ലോ പ്രശ്നം. എന്നെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളുകൾ വന്നിട്ട് ഒരു ഓപ്പൺ ഷൂട്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറ്റൊന്നും ചിന്തിക്കാറില്ല. അതിലങ്ങനെ നിന്നു കൊടുക്കും. പക്ഷേ മിക്കവാറും പടങ്ങളും നന്നായി വന്നിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. ചെയ്തുപോയ അവിവേകത്തിന്റെ കുറ്റബോധമാണ് നിങ്ങളുടെ മനസ്സ് മുഴുവൻ. ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. റോള് വന്നു കഴിഞ്ഞാൽ അറിയാലോ അല്ലേ. അതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കിട്ടിയ പോയിന്റും പോവും. അതാണ് പ്രശ്നം. ഒന്നുകൂടെ ശ്രമിക്കണം ജനാർദ്ദനൻ. ഡയലോഗിൽ ചെറിയ മാറ്റം ഉണ്ടാവും. പിന്നെ എടാ എളുപ്പ്, അവന്റെ മുട്ടുകാല തള്ളിയൊടി. എടാ ഉർവശി തിയേറ്റർ എന്ന് കേട്ടിട്ടില്ലേ? അവന്മാരാ അതിന്റെ സിനിമയിൽ എടുത്തത്. അപ്പൊ ശരി, കാണാം. അപ്പോ ഇന്നത്തെ വിന്നറായിട്ട് പ്രമോദ് എടപ്പാളിനെ പ്രഖ്യാപിക്കുന്നു.
പ്രമോദേ ഐശ്വര്യമായിട്ട് സ്പിൻ ചെയ്ത് ഒരു പോയിന്റ് അടിച്ചേ. ആ 20 അവിടെ നിൽക്കട്ടെ. എങ്ങനെ ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരും? അതാദ്യം പറ. അല്ല, പൊതുവെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ലിസ്റ്റിൽ കൊണ്ടുവന്ന ട്രോള് മേടിക്കുന്നത് ആദ്യത്തെ ആളാണ്. അപ്പൊ അതിന്റെ ക്രെഡിറ്റ് മാത്രം സ്വന്തം. നമ്മൾ തളരേണ്ട കാര്യമില്ല. എന്നറിയോ, അതങ്ങനെ കൊണ്ടുവരാനുള്ള കാരണം ഇപ്പം നമുക്ക് ഇവിടെ വരുന്ന പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെ നമുക്കൊരിക്കലും നെഗറ്റീവ് പറയാൻ പാടില്ല. അത് പറയുന്നത് നമ്മുടെ ആയിട്ടുള്ളൊരു മോശമാണ്, ഒന്നും പാടില്ല. പക്ഷേ എന്തെങ്കിലും തെറ്റിത്തിരുത്തലുണ്ടെങ്കിൽ തേടമ്പേർ പോലെ മേളിലൊരാൾ തരുമെന്നുള്ളത് അത് നമുക്ക് നന്നാകാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷേ ഒരു കാര്യം പറയാം, നിങ്ങൾ രണ്ടുപേരും കിട്ടിലിന് ആർട്ടിസ്റ്റുകളാണ്, ഉഗ്രൻ ആർട്ടിസ്റ്റുകളാണ്. കാരണം ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഡയലോഗ്സ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അതിൽ നിന്ന് ചേഞ്ച് ചെയ്തുള്ള ഒരു പുതിയ ഡയലോഗ്സാണ് ഇവിടെ ചെയ്യുന്നത്. ജോൺ ബിട്ടാസ് എന്ന് ഒറ്റ സ്റ്റാർ മതി നിങ്ങളെന്ന് പറയുന്ന ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. 2 സ്റ്റാറും അടിപൊളിയായിരുന്നു. രക്ഷൻ്റെ പറഞ്ഞ പോലെ ആദ്യം ജനാചേട്ടൻ അല്ലാതെ ആദ്യം ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട്. ഗംഭീരമായിരുന്നു കേട്ടോ, അടിപൊളി. പ്രമോദിന്റെ ബ്രിട്ടാസും മേഘനാഥനും നല്ല ടോപ്പ് റേഞ്ചിലുള്ള ശബ്ദം, തുറന്ന ശബ്ദത്തിലാണ് ഇത് ചെയ്തത്. നന്നായിട്ടാ, അസലായി. വിനീഷ് വിഷമിക്കേണ്ട, കാരണം അതല്ലേ, നമ്മൾ കൂടുതൽ നീതി പുലർത്തുമ്പോഴാണ് നമുക്ക് സത്യസന്ധതയുടെ ട്രോളുകൾ കിട്ടുന്നത്. അപ്പൊ അത് വീണ്ടും നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ടാണ്. ഒരു പെർഫെക്ഷനിലേക്ക് എത്തുന്നതിന്റെ ഒരു ഷാർപ്പായിട്ട് വരുന്നതിന്റെ ഒരു പ്രതീകമായിട്ടാണ് അത് കോമഡി ഉത്സവം അങ്ങനെ വെച്ചിരിക്കുന്നത്. അതില് പേടിക്കൊന്നും വേണ്ട, നമുക്ക് അടുത്തിൽ അടിച്ചു പൊളിക്കാം കേട്ടാ. ഓക്കെ, അടിപൊളിയായിരുന്നു. അപ്പോ പ്രമോദേ സ്പിൻ ചെയ്ത് വെച്ചേക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 20. പ്രചോദനം ഒരു സ്പിൻ അടിച്ചേ. 20 വേണോ 12 വേണോ? 12. പ്രചോദേട്ടൻ ഇത് ചെയ്ത് വെച്ച 12. ടിനിച്ചേട്ടനാണ് എത്ര പറയുമായിരുന്നു? 12. 20 സപ്പോർട്ട് ചെയ്യാൻ എത്ര പേരുണ്ട്? 12 സപ്പോർട്ട് ചെയ്യാൻ എത്ര പേരുണ്ട്? ബാക്കി എല്ലാവരും. അപ്പൊ നമുക്ക് 12 ആണല്ലോ ഇന്നിപ്പം വിൻ ചെയ്യണ തുക അല്ലേ? ലെറ്റ്സ് ഓപ്പൺ നമ്പർ 12. 3000 രൂപ. വെരി ഗുഡ്. ഇനി 20. പ്രചോദനന്റെ 20 നോക്കട്ടെ അല്ലേ? ലെറ്റ്സ് ഓപ്പൺ നമ്പർ 20. 1 രൂപ. 1 രൂപ. ആരെവിടെ സപ്പോർട്ട് ചെയ്യണം? വലിയ ഭാഗ്യമായിരുന്നു കേട്ടോ. 1 രൂപ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി വീതിച്ചു തരുന്നതായിരിക്കും കേട്ടോ. ശരി, രണ്ടുപേരെയും കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവെക്കും.